Veluthambi the Delava of Travancore. Veluthambi the Delava of Travancore was appointed as Mulagu Madisila Karyakar. As Mulagu Madisila Karyakar. As a commerce minister. And the Mulagu in the international market, നമ്മുടെ കോയിൻ കുരുമുളകായിരുന്നു. അതിൻ്റെ വില അനുസരിച്ചാണ്, അതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ഒരു എന്താ പറയുന്നത് കൈൻ കാഷ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO പ്രധാനപ്പെട്ട മാർഗം എന്താ? പണമല്ല, ഗുഡ് ഫോർ ഗുഡ് ആണ് പഴയ ബാർട്ടർ സിസ്റ്റം. അതിലുള്ള നേട്ടം എന്താ? ഇൻ്റർനാഷണൽ കോയിനിലേക്ക് നമ്മുടെ കോയിൻ മാറ്റേണ്ടി വരത്തില്ല. അങ്ങനെ മാറ്റുമ്പോൾ വില കുറയും. അതില്ലാതിരിക്കാനുള്ള മാർഗമാണ് തേങ്ങാമുറി കൊടുത്തിട്ട് മാങ്ങ വാങ്ങിക്കുക, മാങ്ങ കൊടുത്തിട്ട് ചക്ക വാങ്ങിക്കുക. നമ്മുടെ പഴയ സിസ്റ്റം, ബാർട്ടർ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ വേറൊരു ഭാഗമാണ്. അങ്ങനെ സമരം നമുക്കിവിടുണ്ട്, കുറിച്ചി സമരം. അവർ ആ പാവങ്ങൾ സാധനങ്ങൾ കൊടുത്തിരുന്നു ടാക്സ് ആയിട്ട്. അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ക്യാഷായിട്ട് വേണമെന്ന് പറഞ്ഞ് ലേലമുണ്ടായി. ആ ഒരു ലേലയാണ് കുറിച്ചി നടത്തിയ ഒരു ലേല, ഒരു ചെറിയ ലേലമുണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് വേലുത്തമ്പി മുളക് മടിശീലക്കാരനവരായി അദ്ദേഹത്തിൻ്റെ കൂടെ, ദാറ്റ് മീൻസ് ഇൻ 1799 ബൈ ബാലരാമവർമ്മ. In 1800 he became the Delava. On 11th January 1809, Veluthambi issued the Kundara Proclamation, criticizing the British rule and inspired the people to rally under him for a patriotic struggle against the British. For a patriotic struggle against the British. He committed suicide in the house of the Poti of the Bhagavati temple at Mannadi. Semicolon കൊടുത്തിട്ട് relatives were sent to Maldives. പാലിയത്തച്ഛൻ of Kochi revolted against the British with the support of Veluthambi. Semicolon കൊടുത്തിട്ട് he tried to assassinate the resident, but he was captured and deported to Madras. അങ്ങനെ 1809 പ്രത്യേകം ആ പോയിന്റ് ഓർത്തിരിക്കുക. 9 കൊച്ചി ഇൻഡിപെൻഡൻ്റ് ആയ കൊച്ചി രാജവംശം ബ്രിട്ടീഷ് കൺട്രോളിലേക്ക് മാറപ്പെടുന്നു. എൻക്രോച്ച്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ദ ഏരിയാസ് ആണ്. ദെൻ കുറിച്ചിയ റിവോൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. The Kurichiyas and Kurumbas of Wayanad revolted against the British in 1812. Semicolon ഇടുക.
their protest was against the policy of collecting revenue from them in cash instead of in kind. Tax in kind. ആശയം മനസ്സിലായല്ലോ. ബൈ ഹൂം എഴുതണോ? വേണ്ടല്ലോ. ബൈ ദ ബ്രിട്ടീഷ്. അപ്പം നേരത്തെ അവർ കൊടുത്തുകൊണ്ടിരുന്നത് ക്യാഷ്. ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇല്ലേ, നിങ്ങൾ കുറച്ചുകൂടി മൈഡായിട്ട് പോവാ. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വയനാട് പ്രദേശങ്ങളിലായാലും ആലപ്പുഴ ആയാലും എനിക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ പത്തനംതിട്ട ചില ഏരിയയിലായാലും അവിടെയൊക്കെ റവന്യൂ കൊടുക്കുന്നത്, പഞ്ചായത്തിലേക്കുള്ള കരം കൊടുക്കുന്നത് കാശായിട്ടല്ല. ഇപ്പം കോഴി വളർത്തൽ കേന്ദ്രങ്ങളുണ്ട് പല വീടുകളിൽ. കൊച്ചു കൊച്ചു കോഴി വളർത്തൽ കേന്ദ്രമുണ്ട്. 10-20 കോഴിയെ കാണും. അവർ പഞ്ചായത്തിൽ കൊടുക്കുന്നത് 5 മുട്ട, അല്ലെങ്കിൽ 1 ലിറ്റർ പാല്, ഇങ്ങനെ പ്രോഡക്ട്സാണ്. അത് അവരവിടെ ഒരുമിച്ച് ലേലം ചെയ്ത് വിൽക്കുന്നു. എളുപ്പമുണ്ട്. നമ്മുടെ പഴയ പള്ളിക്കാര്യങ്ങളിൽ, അമ്പലങ്ങളിൽ നമ്മൾ കൊടുത്തിരുന്ന നേർച്ചകൾ അതെപ്പോഴും എന്തായിരുന്നു? ഇന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സിലുള്ളത് ഇന്നതില്ല. പിടിയേരി ഉണ്ടായിരുന്നു പണ്ട്. കാശല്ല, വീടുകളിൽ കാശ് കാണത്തില്ല. കഞ്ഞി കിടക്കുന്ന അരിയിൽ ഒരു പിടി വാരി ഒരു തീപ്പെട്ടിക്കകത്ത് വെക്കും. അത്രയാണ് സൺഡേ സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാം കൂടെ കൊണ്ടുവിടുക. ഒരു 100 പിള്ളേരുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഇറങ്ങി അരി കിട്ടും. അത് ഒരുമിച്ച് എല്ലാം കൂടെ ചാക്കിനകത്ത് വെച്ചൊരു മാസത്തിലൊരിക്കൽ ലേലം ചെയ്യും. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം പിടിയേരി ഒന്നുമില്ല. എല്ലാവരും മാസം ഒരു കാശായിട്ടാണ് കൊടുക്കും. ക്ഷേത്രങ്ങളിലും ഇപ്പം നമ്മൾ കൊടുക്കും. പണ്ട് ആദ്യ ഫലം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാശായിട്ടാണ് കൊടുത്തിരുന്നത്. കാശല്ല, കൈൻഡായിട്ട് കൊടുത്തിരുന്നു. ആ സിസ്റ്റം മാറി. എവർക്കിത് വന്നപ്പോൾ എന്ത് പറ്റി? ട്രൈബൽസ് കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ ചിലർക്ക് വാങ്ങിക്കത്തില്ല. ഇപ്പോഴും താണ്ട കല്ലാറ് പട്ടം കോളനി, കുമിളി ഭാഗങ്ങളിൽ പശുവിനെ വളർത്തി നല്ല നാന്തരം പാല് ചായക്കടയിൽ കൊണ്ടുകൊടുത്താൽ ചായക്കടക്കാരൻ പറയും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദോശയോ പരിപ്പോടിയോ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കൂ, കാശില്ല. അപ്പം ഇന്നും ആ സിസ്റ്റമുണ്ട്. അതിന് എതിരായിട്ട് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ സമരം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇവിടെ നടന്നത്. Then next is the Kurichias attacked the British garrison കോട്ടകൾ at സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി. ബ്രിട്ടീഷ് ഗാരിസൺ മീൻസ് അവരുടെ പട്ടാളക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ആയുധപ്പുരകൾ, ഇതെല്ലാം കൂടെ ചേർന്നുള്ള കോട്ടയ്ക്കാണ് ഗാരിസൺ എന്ന് പറയുന്നത്. പാളയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടില്ലേ നമ്മുടെ ഈ പാളയം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? അതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഡെപ്ത് അറിയില്ല. സുൽത്താൻ ബത്തേരി എന്ന് തന്നെ വന്നത്. ആ സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററി എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമുണ്ട്, പട്ടാള ക്യാമ്പ് എന്നൊരു അർത്ഥമുണ്ട്. അത് വെച്ചായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ വേറെ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. വാട്ട് യു മീൻ ബൈ ബ്ലാക്ക് ഹോൾ ട്രാജഡി? ഏതിന് മുന്നോടിയായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് മുന്നോടിയാണ്. വാട്ട് യു മീൻ ബൈ ബ്ലാക്ക് ഹോൾ? വാട്ട് ഇസ് ദ ലിറ്റററി മീനിങ് ഓഫ് ബ്ലാക്ക് ഹോൾ? ബ്ലാക്ക് ഹോളിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വെച്ച് കാച്ചുന്നുണ്ട്. ഇവിടെ കുറച്ച് പാവപ്പെട്ട വെള്ളക്കാർ പട്ടാളക്കാരെ പിടിച്ച് ഒരു മുറിക്കകത്ത് അടച്ചിട്ട് ഒരു താക്കോൽ പഴുതിലൂടെ അകത്ത് നോക്കിയാൽ കറുത്തിരണ്ടിരിക്കും. അതിലൂടെ മാത്രം കാറ്റ് കയറി അങ്ങനെ അവിടെ കിടന്ന് ചത്തു. ബ്ലാക്ക് ഹോൾ ട്രാജഡി അങ്ങനൊന്നുമല്ല. ബ്ലാക്ക് ഹോൾ ഈസ് ദ നെയിം ഗീവൺ ടു എനി പ്രിസൺ where POWs are kept. Prisoners of war
യുദ്ധത്തടവുകാരെ കോടതി ശിക്ഷിക്കുമല്ലോ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുക. അവിടെ കുറച്ച് മലയാളി പട്ടാളക്കാര് പാകിസ്ഥാൻകാരെ കൊന്നു. അവസാനം ഇവരെ പിടിച്ചു. കോടതി, പട്ടാള കോടതി, അതാ മാർഷൽ കോർട്ട് കേസെടുത്തിട്ട് ഈ പട്ടാളക്കാരെ ഇവിടെ നമ്മുടെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവിടുവോ? പൂജപ്പുരെ അവരെന്ത് ചെയ്യോട്? അവിടെ ഏതെങ്കിലും ഒരു മിലിറ്ററി ക്യാമ്പിനകത്ത് ആ മുറി എന്തായി? ജയിലായി. അതിനകത്ത് അടച്ചിടും. അങ്ങനെ അടച്ചിടുന്ന, പട്ടാള വ്യവസ്ഥ പ്രകാരം ശിക്ഷിക്കപ്പെട്ട് അടച്ചിടുന്ന മുറി ഏതാണോ ആ മുറിക്കുള്ള ടേമാണെന്ത്? ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അതുപോലെ വന്ന വീഴ്ചയായിരിക്കും സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്. ദെൻ അത്രേ ഉള്ളൂ. അതിന് ബാക്കി എന്താ? ബ്രിട്ടീഷ് സപ്രസ്ഡ് ഇറ്റ്. ട്രാജഡി അത് തന്നെയാണ്. പക്ഷെ അതിന് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുമ്പോൾ വിവരിക്കുന്ന എനിക്ക് സങ്കടം. ഒരു ഇരുണ്ട മുറി, അത് മൊത്തം എന്താണ്? ഒരു കറുത്ത ദ്വാരം. അതെങ്ങനെ? അല്ല, പ്രസിഡന്റിൽ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. പ്രസിഡന്റിൽ പോകുന്ന തന്നെ സുഖസൗകര്യമല്ല. പക്ഷേ ഈ പറയുന്ന ഒരു ദ്വാരം മാത്രമല്ല ഉള്ളത്, അവിടെ ജനലുണ്ട്. ഈ പറഞ്ഞ കേട്ടൊന്നും വേണ്ട, ഒരു ചെറിയ ദ്വാരം മാത്രം, അതിനകത്ത് കിടന്ന് പാവങ്ങൾ ചത്തു. ഇതൊന്നും വേണ്ടല്ലോ. ഈ ക്ലാസ് റൂമിനകത്ത് ഇരിക്കേണ്ട കപ്പാസിറ്റി ഉണ്ട്. അതിനൊരു 10 പേരെ കൂടെ കയറ്റിയാലുണ്ടാവും. ഫ്രസ്ട്രേഷൻ ആവും, ഓക്സിജന്റെ അളവ് കുറയും, കാർബൺ ഡയോക്സൈഡ് കൂടും, വെന്റിലേഷൻ ഇല്ലെങ്കിൽ ചിലർ മയങ്ങി വീഴും. അങ്ങനെയുള്ള സ്ഥലത്തിനെല്ലാം ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ഹയർ ലെവലിൽ വരുമ്പോൾ അവർ ചോദിക്കാം, ഇന്റർവ്യൂ ബോർഡ് ചോദിക്കും, വാട്ട് ഈസ് ദ ടെക്നിക്കൽ മീനിങ് ഓഫ് ബ്ലാക്ക് ഹോൾ? അപ്പൊ അതിനർത്ഥം എന്താ? ഇറ്റ് ഈസ് എനി prison room or any room converted as what? Prison for court-martialed soldiers. കോർട്ട് മാർഷലിന്റെ പ്രത്യേകത എന്താ? സാക്ഷി വിസ്താരം ഇല്ല. എന്നെ പിടിച്ചോണ്ട് പോയി, 100 പേരെ കൊന്നു, 5 പേരെ ബോംബിട്ട് കൊന്നു, യാതൊരു കാരണവുമില്ലാതെ. അപ്പൊ അവിടെ ജഡ്ജി പറയും, കേട്ടല്ലോ, 10 കൊല്ലത്തെ ശിക്ഷ. സാറേ, അത് എല്ലാം ഞാൻ കൊന്നുകൊണ്ടല്ല, നേരത്തെ ചത്തവന്മാർ അതിനകത്തുണ്ടായിരുന്നു. ശരി, 6 കൊല്ലം ശിക്ഷ. തിരിച്ചില്ല. ഇതിന് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഈ ബ്ലാക്ക് ഹോള് ജയിലിനുള്ള ഒരു വേറെ ഒരു സ്ഥാനം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ഒരു കോടതിയാണ് നിശ്ചയിച്ചിരുന്നത്. ആ കോടതിയുടെ പേരെന്താ? സാക്ഷി വിസ്താരമില്ലാതെ ആർബിട്രറി കോർട്ടായ ഒരു കോടതി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ട്യൂഡർ പീരീഡില്. ഇനി പറ, സ്റ്റാർ ചേംബർ കോർട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിച്ചിട്ട് അന്ന് പോയി കാണത്തില്ല. സ്റ്റാർ ചേംബർ കോർട്ട് എൻട്രി സ്റ്റുവർട്ട്സ് പഠിക്കാതെ, ട്യൂഡേഴ്സ് പഠിക്കാതെ പഠിക്കാൻ പറ്റുമോ ഇംഗ്ലീഷ് ഹിസ്റ്ററി? പിന്നെ ഏതാ ഉള്ളത്? ഡെപ്ത് വേണ്ട. ഡെപ്ത് നമ്മളാ ഉണ്ടാക്കണ്ടേ? അത് തന്നെ. ഷേക്സ്പിയൻ ഡ്രാമാസ് ഏത് പീരീഡില്ല? റിനൈസൻസ് ആണല്ലേ. എലിസബത്ത് നെസ്റ്റ് ഏതാ? എന്നാ അത് പറയാം. വിട്ടു, ഞാൻ വിട്ടു. അതെ, ലിറ്ററേച്ചർ സൈഡ് മാത്രം മതി. എലിസബത്തൻ പീരീഡ് ഈസ് ദ നെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് ഏത് പീരീഡാണ്? ട്യൂഡർ പീരീഡിന്റെ എൻഡ്. ആ പീരീഡിലാണ് നമ്മുടെ കൊമേഴ്സ് എന്ത് വരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്ന 1600. അപ്പോൾ അങ്ങനെ ഉള്ളൂ. പണ്ട് ഞങ്ങൾ പഠിക്കുമ്പം ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിക്കാർ കൂടെ ഉള്ളതാണ്. അതായത് റെനസൻസ് പീരീഡിലേക്ക് നമ്മൾ വരുന്നത് തന്നെ സ്റ്റുവർട്ട് പീരീഡിലാണ്. അത് ട്യൂഡർ പീരീഡ് 1600 തീരുകയും 1600 മുതൽ 1717 വരെ സ്റ്റുവർട്ട് പീരീഡാണ്. അത് മുതൽ ഇന്ന് വരെ ഹാനോവറിയൻ പീരീഡ്.
ആ ഹനോവറിയൻ പീരീഡിലെ ജോർജ് ഒന്നാമൻ്റെ കാലം മുതൽ നമ്മളതിന് പ്രത്യേകമായ ഒരു ഫാമിലി നെയിം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം മുതൽ ഇന്ത്യ ഭരിച്ചിരുന്നത് 2 രാജവംശങ്ങളാണ്. ഒന്ന് ഈസ് ദ സ്റ്റുവർട്ട് രാജവംശം, മറ്റൊന്ന് ഹാനോവറിയൻ വംശം. ഹാനോവറിയൻ വംശം തുടങ്ങുന്നത് ജർമ്മനിയിൽ നിന്ന് ജോർജ് ഒന്നാമൻ്റെ വരവോടുകൂടിയാണ്. സ്റ്റുവർട്ട് വംശം അവസാനിക്കുന്നത്, തുടങ്ങുന്നത് ജെയിംസ് ഒന്നാമൻ, അവസാനിക്കുന്നത് ആനിയുടെ പീരീഡുമായി ബന്ധപ്പെട്ടാണ് മറാത്താസ് പീരീഡില് പെഷവാഷിപ്പ് തുടങ്ങുന്നത് 1713. ദാറ്റ് ഈസ് ഹിസ്റ്ററി. ഞാൻ പറഞ്ഞത് നമ്മൾ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ് മാത്രം പഠിക്കുമ്പോൾ ഹിസ്റ്ററി എന്നുള്ള സിലബസാണ് നിങ്ങളുടെ. അപ്പോൾ വൈഡായിട്ട് തിരിച്ചും മറിച്ചും ഒരു ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ഇത് കാണാൻ പഠിക്കണം എന്നല്ല പറഞ്ഞത്. ഇംഗ്ലണ്ടിലെ സ്റ്റാർ ചേംബർ കോർട്ട്, ഇന്ത്യയിലെ തന്നെ ഇപ്പം മാർഷൽ കോർട്ട്. എന്താ കോർട്ട് മാർഷൽ കോർട്ടിന് പ്രത്യേകത? അവിടെ സാക്ഷി വിസ്താരമില്ല. കുറ്റം അവിടെ ചാർജ് ചെയ്താൽ അതിൻ്റെ ശിക്ഷയേ ഉള്ളൂ, തിരിച്ചു ചോദിക്കാനുള്ള അവകാശം ഇല്ല. തിരുവായിക്ക് എതിർവായി ഇല്ല. ദാറ്റ് ഈസ് ഇറ്റ് എന്ന് പറയാം. ഒന്നുകൂടെ റോമിലേക്ക് പോയാൽ റെക്സ് ഈസ് ലെക്സ്, ലെക്സ് ഈസ് നോട്ട് റെക്സ്. LEX ലെക്സ് എന്ന് പറഞ്ഞാൽ ലോയ്, REX റെക്സ് എന്ന് പറഞ്ഞാൽ കിങ് എന്ന് പറഞ്ഞാൽ കിങ് ഈസ് ലോ, ലോ ഈസ് നോട്ട് കിങ്. ഇതായിരുന്നു പണ്ട്. ഇന്ന് ലോ ഈസ് ദ റൂളർ, റൂളർ ഈസ് നോട്ട് ദ ലോ. നിയമമാണ് ഇന്ന് അധികാരി, അധികാരിയല്ല നിയമം. ദാറ്റ് കോൺസെപ്റ്റ്. Then the next ആറ്റിങ്ങൽ റിവോൾട്ട്. അതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബ്രിട്ടീഷ് പിന്നെ എന്ത് ചെയ്തു? അടുത്ത പണി എഴുതാം. ബ്രിട്ടീഷ് സപ്രസ്ഡ് ഇറ്റ്. അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇത്രേ ഉള്ള അതിനകത്തെ കാര്യം. എല്ലാത്തിന്റെ അവസാനം ആര് ജയിച്ചു? MG രാമേന്ദ്രനുള്ള പടത്തിൽ ആരെ ജയിക്കത്തുള്ളൂ? MG ജയിക്കത്തുള്ളൂ. MGയെ കൊന്ന് കുഴിച്ചിട്ടാലും MG എഴുന്നേറ്റ് വരും. അല്ലെ പിന്നെ നിന്ന് പടം ബ്രിട്ടീഷുകാരുടെ പേര് ഒന്ന് തന്നെ. അതാ പറഞ്ഞത്, 2 ഫേസ് ആയിട്ടാണ്. ആദ്യത്തെ ആറ്റിങ്ങൽ റിവോൾട്ട് അതെന്ത് ചെയ്തു? സമ്മാനം കൊണ്ട് ഇവിടെ കൊടുത്തു. 5 തെങ്ങ് റിവോൾട്ട് അവിടുന്നുള്ള അത് അടുത്ത കൊല്ലം എന്ത് ചെയ്തവര്? തലശ്ശേരിയിൽ നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്ന് തിരിച്ചങ്ങോട്ട് സമരം ചെയ്യുന്നു. കൺക്ലൂഷൻ ഏതാണ്? ആരുടെ ചെയ്തതാണ്? അതേതാ നടക്കുന്നത്? 5 തെങ്ങ് റിവോൾട്ട്. ആ 5 തെങ്ങ് റിവോൾട്ട് എന്ന് പറയുന്നത് അതെ പറയുന്ന 5 തെങ്ങ് റിവോൾട്ട് ഒരു ഇന്റർനാഷണൽ റിവോൾട്ട് അല്ല. ഇറ്റ് വാസ് എ സ്ക്രിമിഷ് എന്നാ പറയുന്ന ഹിസ്റ്ററിയിൽ. ഒരു കൂട്ടലേഖല അവിടെ നടന്നു. അതും ഇതാ കാരണം. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരന്റെ ആധിപത്യം തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ചു. ഇതാർക്കും ഇഷ്ടമല്ല. ഇവിടുത്തെ ചോട്ട നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ 5 തെങ്ങ് മുതൽ ചിറയൻകീഴ് വരെയുള്ള പ്രദേശങ്ങളിൽ 12 സമരങ്ങൾ നടന്നു. 1650 മുതൽ ഇങ്ങോട്ടുള്ള ആ സമരങ്ങളെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൽ ആറ്റിങ്ങൽ റിവോൾട്ട് 5 തെങ്ങ് കേന്ദ്രമാക്കി നടത്തിയ ഒരു ചടങ്ങിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മറ്റു വേറെ ഒരു മാറ്റവും ഇവിടെ നമുക്ക് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് സമരങ്ങൾ ഞാൻ എടുത്തു പോകാൻ എനിക്ക് തയ്യാറാണ്. പക്ഷെ നമ്മുടെ സിലബസിനകത്ത് നിൽക്കുന്നത് നമ്മുടെ സമയം കൊണ്ട് ചെയ്യത്തില്ല. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സിനോട്ട് ലിങ്ക് ചെയ്ത് വരുന്ന നമ്മുടെ മാറ്റങ്ങൾ എന്താണ്? ദാറ്റ് വി ഹാവ് ടു അനലൈസ്. അതിൽ നിങ്ങളെ വേറെ ആരും ഇന്റർവ്യൂവിന് ചോദ്യം ചെയ്യാതിരിക്കാനാണ് ബാക്കി ബാക്ക് പേപ്പറൂടെ പറഞ്ഞു വരുന്നത്. ദെൻ ആറ്റിങ്ങൽ റിവോൾട്ട് നമ്മളിപ്പോൾ എഴുതിയല്ലോ അല്ലേ? എഴുതിയില്ല, എഴുതണം, എഴുതിക്കോ. The Attingal revolt started in April 1721 in Anjudangu.
the company, the East India Company, refused to hand over the customary gift given to the Attingal Rani through the feudal agents was avoided. They directly gave that gift. It irritated the local feudal lords and about 135, 33 ഉണ്ട്, 13 ഉണ്ട്, ഒക്കെ ഉണ്ട്. Britishers were killed, including Gifford, Gifford, the British officer. But later, the British troops from Talasheri seized the Anjudanga fort. Then Channar revolt. The background ഞാൻ പറഞ്ഞു. അതായത് ചാന്നാർമാർ തുടങ്ങിയ ജാതിക്കാർക്ക് മാറുമറിക്കാൻ പാടില്ലായിരുന്നു. അതിനെതിരായിട്ട് അവർ സമരം നടത്തുക. അതിന് പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റിയുമാണ്. അത് മൺട്രോയുടെ കാലത്താണ്, മൺട്രോയാണത് കൊണ്ടുവരുന്നത്. അതിനെതിരായി നടന്ന സമരത്തെ ഗവൺമെൻറ് അടിച്ചമർത്തുകയും അവസാനം അവർക്ക് ആ റൈറ്റ് നൽകപ്പെടുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. The change in the dress code of backward classes, that is not covering their breast. Agitation started against the upper class navies. Monroe concluded the agitation by sanctioning the lower classes to cover their breast. ഇത്രയേ ഉള്ളൂ കാര്യം. ഓർത്തിരിക്കാൻ പറ്റത്തില്ലേ? അത്രയും നോക്കുക. അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ല, അത് രാജാവാണല്ലോ ചെയ്യുന്നത്. മൺട്രോ എന്ന് പറയുന്ന ദിവാനാണ്. ആ ദിവാന്റെ സ്വാധീനത്തിൽ ആര് വരുന്നു? രാജാക്കന്മാർ വരുന്നു. മൺട്രോ പ്രസിഡന്റാണ്. അതാ പറഞ്ഞത്, പ്രസിഡന്റ് കം ദിവാനാണ്. രണ്ടിടത്തേയും കൂടെ ആയിരുന്നു, കൊച്ചിയും ട്രിവാൻഡ്രവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മൺട്രോ തുരുത്ത് വരെ. അതായത് മൺട്രോ തുരുത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എങ്ങനെയാ? ഓട്ടെ, സമയമില്ല. കല്ലടയാറിൽ വെള്ളപ്പൊക്കം. കല്ലടയാർ അറിയാമല്ലോ. ആ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം നിങ്ങൾക്ക് അറിയാമല്ലോ. ആറ്റിൽ നിന്നൊരു കരകവിഞ്ഞ് വെള്ളം 4 പാട് ഒഴുകി. കുറച്ചു കാലം കഴിഞ്ഞ് വെള്ളം താന്നപ്പോൾ ഒഴുകിപ്പോയ സ്ഥലങ്ങളിൽ ചാലുണ്ടായി. ആ നീർച്ചാലുകളിൽ വെള്ളം ഇപ്പോഴും നിപ്പുണ്ട്. അങ്ങനെ പ്രദേശം ഒരു തുരുത്തായി മാറി, ഐലൻഡ് റീജിയൻസ് ആയി മാറി. അതിന് ഫിയോർഡ്സ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന കിടങ്ങുകൾ. ആ ഫിയോർഡ്സ് ഉള്ള പ്രദേശം, ആറ് കയറാത്ത പ്രദേശത്തെ മൺട്രോ സാഹിബിന്റെ കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബം കൺവേർട്ട് ക്രിസ്ത്യൻസിന് ആരാധനയ്ക്കായും ജീവിക്കാനുള്ള സ്ഥലവുമായി അത് വിട്ടുകൊടുത്തു. അത് കൊടുത്തത് റെസിഡന്റായ മൺട്രോയുടെ കാലത്താണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് കിട്ടി. ഏതാണ്ട് 70 വരെ മൺട്രോ തുരുത്തിലെ ജനങ്ങൾക്ക് വെള്ളം, 4 ചുറ്റും വെള്ളം, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് ആയിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ മദ്രാസ് മെയിൽ ഉൾപ്പെടെയുള്ള ഒരിടത്ത് നിർത്താത്ത ട്രെയിൻ മൺട്രോ തുരുത്തി നിർത്തുമായിരുന്നു. ആ ട്രെയിനിലാണ് വെള്ളം അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അന്നത്തെ ഞാൻ പിക്ചർ ഓർക്കുന്നുണ്ട്. റെയിൽവേയുടെയൊക്കെ പോസ് കാണണം. വണ്ടി കൊണ്ടൊക്കെ നിർത്തി പെണ്ണുങ്ങൾ കുടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇഞ്ചിൻ്റെ പുറകിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. ഓരോ എംആർ ആയാലും കുറെ മറ്റൊരു കാരണം വെള്ളം ശുദ്ധജലം കിട്ടുന്നതാണ്.
പിന്നെ അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാന്ന് ചോദിച്ചാൽ, ഇന്ന് കൊല്ലം ജില്ലയിലെ PSC ടെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പാസ്സാകുന്നത് മണ്ഡലത്തിരുത്തുകാരാണ്. കാരണം ഇപ്പോഴല്ല, ഇപ്പം മൊബൈൽ വന്നു, മുമ്പ് മൊബൈലില്ല. അതുകൊണ്ട് വീട്ടിൽ കയറി ഇരുന്നാൽ പിന്നെ ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോകാൻ പോലും പറ്റത്തില്ല, അവിടെ കുത്തിയിരുന്ന് വായിച്ചോളുമായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടുണ്ട് മണ്ഡലക്കാർ. ഇന്നും ചിലപ്പോൾ അവിടെ ക്ലാസ്സിനൊക്കെ പോകുന്നവർ പറയും, സാറേ ഞങ്ങളെക്കുറിച്ച് സാറിന് അറിയാമോ? ഞാൻ എനിക്ക് കാരണം ഒരു പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടായ്മയുണ്ട് കേട്ടോ. മണ്ഡലത്തിലെ PSC ഒക്കെ പഠിച്ച് പാസ്സായി ജോലിക്ക് പോകുന്നവരില്ലേ, അവരെല്ലാ ശനിയും ഞായറും അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആലപ്പുഴ ജില്ലയിലുണ്ട് അങ്ങനെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും നമ്മുടെ ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ബാക്കി നിങ്ങൾക്ക് ഈ കോപ്പി കിട്ടും. ആ കോപ്പിയിൽ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ പരത്തി എഴുതിയിട്ടുണ്ട്. അത്രയാകുമ്പോൾ ഏറ്റവും എളുപ്പം കാര്യങ്ങൾ ചെയ്യും. ഈ ചുരുക്കി തരാൻ കാരണം ഇതിൻ്റെ പ്രിൻ്റ് നോട്ട് തന്നാലും നിങ്ങൾ അടുക്കിക്കൊണ്ട് വെക്കും. രണ്ടാമത് നമുക്കൊന്ന് എഴുതാൻ പഠിക്കണമല്ലോ. ഇനി എഴുത്തല്ല, നമുക്ക് ഒബ്ജക്റ്റീവാണ്. പക്ഷേ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് എന്താണെന്നുള്ള, ഇപ്പോൾ ആണ്ടിൻ്റെ പ്രശ്നം തീർന്നല്ലോ, ഒരുപാട് ഇയറിൻ്റെ ഓർക്കണ്ട. ചില പ്രധാന ഇനിയും ചിലതൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഉടനെ തന്നെ ഒരു പേപ്പറിൽ എഴുതണം. ഇതിനാണ് പണ്ടത്തെ ഇമ്പോസിഷൻ, ഫോട്ടോഷോപ്പ് എടുക്കാനല്ല, എഴുതി പഠിക്കുക. ഇപ്പം നിങ്ങൾ എഴുതി അത്രയും മനസ്സിലാക്കുന്നതിന് അത്രയും ഫോട്ടോസ്റ്റാറ്റ് വായിച്ചാൽ കിട്ടത്തില്ല. ദാറ്റ് ഈസ് ഇറ്റ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്